ബലാത്സംഗ കേസിൽ മുൻ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയിൽ അടക്കം 3 പേരെ വെറുതെ വിട്ടു. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഉത്തരവ്. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ഈ പരാതിക്കാരി അടക്കം കൂറുമാറിയിരുന്നു. ഇപ്പോൾ എന്താണ് കോടതി നടപടികൾ? ദിവിഷ്, ഏതായാലും മുൻ പെരുമ്പാവൂർ MLA കൂടിയായിരുന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് ആശ്വാസം നൽകുന്നതാണ് നെയ്യാറ്റിൻകര കോടതിയുടെ വിധി. ഇന്ന് കഴിഞ്ഞ തവണ വിചാരണ തുടങ്ങിയ സമയത്ത് തുടക്കത്തിൽ തന്നെ ഈ മൊഴി മാറ്റിയിരുന്നു, ഒപ്പം തന്നെ സാക്ഷികൾ മൊഴി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. 2022 സെപ്റ്റംബർ 28 ഈ കേസിനാസ്പദമായ സംഭവങ്ങളിലെല്ലാം തന്നെ തുടക്കം. പേട്ട സ്വദേശിയായിട്ടുള്ള യുവതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. കോവളത്തടക്കം കൊണ്ടുചെന്ന് പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു. ആ ജില്ലാ ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിലും പറഞ്ഞിരുന്നത് കുന്നിൻ മുകളിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കം ഗുരുതരമായ കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ വിചാരണ വേളയിൽ മൊഴി മാറ്റിയതാണ് ഈ കേസിൽ വലിയ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യത ഒരുങ്ങിയത്. ഏതായാലും എൽദോസ് കുന്നപ്പള്ളിക്ക് ഒപ്പം പ്രതി ചേർത്തുന്ന 2 പേരെയും ഏതായാലും കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. നൽകിയത് എൽദോസ് കുന്നപ്പള്ളിലിനെ ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുക.